പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുത്താൽ മതി. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവണം. പോരെ? തിരക്കിനിടയിൽ പറ്റിയാൽ ഒരു സെൽഫി എടുക്കണമെന്നേ പ്രണവ് കരുതിയിരുന്നുള്ളൂ. അതും ഉറപ്പില്ലാത്ത ഒരാഗ്രഹം. ഫോട്ടോ സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് ലുലുവിൻ്റെ ഉദ്ഘാടന വേദിയിലെത്തുന്നത്. അതുവരെ പത്രങ്ങളിലും ചാനലുകളിലും മാത്രം കണ്ടിട്ടുള്ളയാൾ എങ്കിലും ജീവിതത്തിലെ നിശ്ചയദാർഢ്യം പ്രണവിന് ഇവിടെയും ഊർജമായി. ആലോചിച്ച് തീരും മുൻപേ അരികിലെത്തി യൂസഫ് ബായ്. ഒപ്പമിരുന്ന് വിശേഷങ്ങൾ തിരക്കി നെറുകയിൽ കൈവച്ച് ചേർത്തു. അതുവരെ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നതിന്റെ തിളക്കം പ്രണവിന്റെ മുഖത്ത് അലയടിച്ചു. സെൽഫിയുടെ സന്തോഷത്തിൽ ഒരാഗ്രഹം കൂടി പറഞ്ഞു. മുഴുമിക്ക് മുൻപേ വിതുമ്പി. കണ്ണീരണിഞ്ഞു. കണ്ടു നിന്നവരുടെ കൂടി മനസ്സ് വിങ്ങുന്നതായി ആ കാഴ്ച. താങ്ക് യു സാർ. എനിക്ക് സാറിനൊരു വലിയൊരു ഹെൽപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. പ്രണവിന്റെ ആ സങ്കടത്തിന് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണീർ യൂസഫ് ബായ് തുടച്ചു. ജോലി എന്ന പ്രണവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. എന്ത് ജോലി ചെയ്യാൻ പറ്റും? കരയണ്ട. എന്താ ജോലി ചെയ്യാൻ പറ്റുക? എന്ത് ജോലിയും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് സാർ. കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാം കേട്ടാ. രജിത്ത്, പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുത്താൽ മതി. പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി കൊടുക്കും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവണം. പോരെ? ഹൃദയസ്പർശിയായ ഈ നിറവ് പാലക്കാടിന്റെ കരളിൽ അലിഞ്ഞിരിക്കണം. നിളാതീരത്തെ പൊന്നണിഞ്ഞ വയലേലകൾ പോലും അകലെ സന്തോഷിച്ചിട്ടുണ്ടാകും. അത്രമേൽ പ്രിയപ്പെട്ട രംഗം. കാലുകൊണ്ട് ചിത്രം വരച്ച് ജീവിതം പൊരുതി നേടുന്ന പ്രണവ്, ആത്മവിശ്വാസം മുഖമുദ്രയാക്കിയ കലാകാരൻ. പുതിയ തണലിൽ ഇനിയും വളരണം. വളർന്ന് പന്തലിക്കട്ടെ പ്രണവിന്റെ സ്വപ്നങ്ങൾ.